ഇന്നലെ രാവിലെ 5:30ക്കാണ് എഴുന്നേറ്റത്. അധികം നേരം വെളുക്കാനൊന്നും നിന്നില്ല. അതുപോലെ നേരത്തെ എഴുന്നേറ്റതുമില്ല. നേരെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. ചായക്കുള്ള വെള്ളം വയ്ക്കുവാണ്. അപ്പം ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം തന്നെ ചേട്ടനും രാവിലെ തന്നെ എഴുന്നേൽക്കാറുണ്ട്. ഞാൻ ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ചേട്ടൻ വിറകടുപ്പ് കത്തിച്ച് തരും. പരിപ്പ് കഴുകി കുക്കറിൽ വേവിക്കാൻ വെക്കുവാണ്. കാരണം സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരുപാട് നാൾ കൂടി നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമ്മുടെ ചോറിനുള്ള വെള്ളം എടുക്കുകയാണ് കേട്ടോ. ചേട്ടൻ വന്ന് വെള്ളം എടുത്തുകൊണ്ട് പോയി അടുപ്പിലേക്ക് വെച്ചിട്ട് ചേട്ടൻ്റെ ജോലിയിലേക്ക് പോവുകയും ചെയ്തു. നമ്മൾ കാപ്പിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. കുറച്ച് നാളായിട്ട് ഇവിടെ കാപ്പിയാണ് പതിവ്. അപ്പോൾ കുറച്ച് ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുവാണ്. കടുക് പൊട്ടിക്കാൻ പച്ചക്കറിയൊക്കെ തലേന്ന് തന്നെ അരിഞ്ഞ് കഴുകി വാരി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറിനുള്ള വെള്ളം തിളച്ചു, അരി കഴുകി ഇട്ടു. അതിനുശേഷം നമ്മൾ പാവയ്ക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. ചേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവമാണ് പാവയ്ക്ക തോരൻ. ചേട്ടൻ ആ സമയത്ത് ആടിനെ കറന്ന് പാലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അടുത്ത വീട്ടിലേക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് പാല് കുപ്പിയിലേക്കൊക്കെ പകർത്തുന്നത് നോക്കി കുറച്ച് നേരം അങ്ങനെ നിന്നു. കാരണം പാവയ്ക്ക തോരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ വേഗം തന്നെ എടുത്ത് ടേസ്റ്റ് നോക്കും. ടേസ്റ്റ് നോക്കി നല്ല അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. നമ്മളുണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ കഴിച്ചിട്ട് നല്ലതാണെന്ന് പ്രത്യേകിച്ച് ഭർത്താക്കന്മാരൊക്കെ പറയുവാണെങ്കിൽ അത് മനസ്സിന് ഒരു പ്രത്യേക സന്തോഷം നൽകുന്ന കാര്യമല്ലേ. ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. കാരണം പാവയ്ക്ക തോരനാണെങ്കിൽ ചേട്ടൻ എന്താണെങ്കിലും എടുത്ത് കഴിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞതാ കറി റെഡി ആയിട്ടുണ്ട്, വേഗം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ. എന്താണെങ്കിലും നല്ല അഭിപ്രായമാണ് കിട്ടിയത്. എൻ്റെ ആൺസൂട്ടൻ്റെ ഫേവറേറ്റ് ആണ് കൂണ്. കഴിഞ്ഞ ദിവസം 2 പാക്കറ്റ് കൂണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും വേഗം തന്നെ കഴുകി വാരിയെടുത്ത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അന്നത്തേക്ക് നമ്മുടെ പരിപ്പ് വെന്തോന്ന് കുക്കർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂണും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ തേങ്ങ അരപ്പൊക്കെ ചേർത്ത വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ്. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ തലേന്ന് തന്നെ ഞാൻ അരിഞ്ഞ് കഴുകി വൃത്തിയായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപ്പിലേക്ക് ചേർത്ത് സാമ്പാറും റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റിന് ഒത്തിരി നാൾ കൂടി നമ്മൾ ദോശ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി. ചേട്ടനാണെങ്കിൽ എനിക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പൊതിച്ചോറാണ് കൊണ്ടുപോകുന്നത് എന്നറിഞ്ഞപ്പോൾ ചേട്ടൻ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. അന്നത്തേക്ക് നമ്മുടെ ചോറും വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുടിക്കാനുള്ള കഞ്ഞിവെള്ളമൊക്കെ മാറ്റി വെച്ച് ചോറിനെ അങ്ങ് വാർത്തിട്ടു. പൊതിച്ചോറും റെഡിയാക്കി. സാമ്പാർ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ദോശയ്ക്ക് കഴിക്കാൻ മാത്രമാണ് ചെയ്തത്. അങ്ങനെ പൊതിച്ചോറൊക്കെ റെഡിയാക്കി. ആൻസൂട്ടിന് അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സ്കൂളിൽ പോവുകയാണ്. ഉമ്മയൊക്കെ തന്നിട്ട് ആൻസൂട്ടിനും അങ്ങ് സ്കൂളിൽ പോയി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ കോളേജിലേക്കും പോയി. അപ്പോൾ പോയിട്ട് വരാം. ടാറ്റാ.